ഹലോ ഗൈസ്, ആർട്ട് കഫേയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം. ഞാൻ സന്ദീപ് എടപ്പാള്. ഇന്നൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്, അതായത് വെള്ളത്തിൽ തീ കത്തിക്കാൻ പറ്റും നമുക്ക് ആർക്കെങ്കിലും. അതായത് ഞാൻ വെള്ളത്തിൽ തീ കത്തിക്കാൻ പോവുകയാണെന്ന്. അതായത് ഒരു മോട്ടോർ പമ്പിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ, അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. ആ പമ്പ് ഉപയോഗിച്ചിട്ട് വെള്ളം പമ്പ് ചെയ്തിട്ട് ആ വെള്ളത്തിനെ നമ്മളിന്ന് കത്തിക്കാൻ പോവുകയാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഓക്കെ, ഇതാണ് നമ്മൾ ആ പൈപ്പ് ഇന്നലെ വാങ്ങിയ മോട്ടർ. അപ്പോൾ ഈ മോട്ടറിലൂടെ വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്യുമ്പോൾ ഈ ഇതിലൂടെ വരുന്ന വെള്ളം നമ്മൾ തീ കത്തിക്കും. അതെങ്ങനെ കത്തുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലാസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് കത്തിച്ച് നോക്കിയാലോ. അപ്പോൾ ഈ ബക്കറ്റിൽ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ ഒരു മോട്ടറിനെ ഇറക്കി വെക്കാൻ പോവുകയാണ്. എന്നിട്ട് അതിൻ്റെ കറണ്ടിന് വർക്ക് ചെയ്യുന്ന മോട്ടറാണിത്. നേരെ കറണ്ടിന് കണക്ട് ചെയ്തിട്ട് ഓൺ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത് കറക്റ്റ് മോട്ടറിൽ ഇരിക്കില്ല. അപ്പോൾ അതിനുകൊണ്ട് ഈ ഒരു ടോപ്പിൻ്റെ മുകളിൽ ചെറിയൊരു ഓട്ടിട്ടുണ്ട് കറക്റ്റ് നടുവിലായിട്ട്. എന്നിട്ട് ജസ്റ്റ് ഇതേപോലെ കണക്ട് ചെയ്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് ഇനി കത്തിക്കാൻ പോവാണ്. ആദ്യം മോട്ടർ ഓണാക്കാണ്ട്. അപ്പോൾ ഓക്കെ, നമ്മൾ ഇനി ടെസ്റ്റ് ചെയ്യാൻ പോവാണ് തീ. അപ്പോൾ കത്തിക്കാൻ പോവാണ്. ആദ്യം വെള്ളം ഓണാക്കണം. അവിടെ ഓണാക്കിയോ? ഓക്കെ. അപ്പോൾ വെള്ളത്തിൽ തീ കത്തുക കേട്ടോ. ചെറിയ രീതിയിലെ കാറ്റുണ്ട്, അതുകൊണ്ടാണ് ഇത് വല്ലാണ്ട് നേരം കത്താത്തത്. അല്ലെങ്കിൽ വെള്ളത്തിൽ ഇങ്ങനെ കത്തി നിൽക്കും. ഞാൻ ഈ ഇൻഡോറിൽ എന്തായാലും ഇത് കാണിച്ചു തരും. അപ്പോൾ ഇതാണ് അതിൻ്റെ ട്രിക്സ് എന്താണെന്ന് എന്തായാലും ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് എങ്ങനെയാണ് ഈ വെള്ളത്തിൽ തീ കത്തുന്നുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. ഇപ്പോൾ ഇവിടുന്ന് നല്ലൊരു കാറ്റടിക്കുന്നതുകൊണ്ടാണ് ഇത് അധികം നേരം കത്താത്തത്. അപ്പോൾ നമ്മൾ നിറച്ച് ഈ ബക്കറ്റിലത്തെ വെള്ളവും ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. സോറി, ലൈറ്റർ പ്രശ്നം ഓഫാക്കിയോ. അപ്പോൾ നമ്മളിത് നേരെ പോയിട്ട് ഇൻഡോറിൽ കത്തിച്ചപ്പോൾ ആ വെള്ളത്തിൻ്റെ മുകളിലൂടെ തീ കത്തുന്ന കാണാനല്ലേ. ആ വെള്ളത്തിൻ്റെ മുകളിലൂടെ തീ ഇങ്ങനെ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ മോട്ടറിലൂടെ പമ്പ് ചെയ്യുന്ന ആ വെള്ളത്തിൻ്റെ ആ ഫോഴ്സ് കണ്ടില്ലേ, അതിനേക്കാൾ എത്രയോ ഫോഴ്സിൽ തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത്ര നന്നായിട്ട് കത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു തുള്ളി കാറ്റടിക്കുന്നില്ല. കാറ്റടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് ചെയ്ത പോലെ കാറ്റടിക്കുമ്പോൾ എന്തുണ്ടാവുക, കാറ്റത്ത് ആ തീ അങ്ങോട്ട് കെട്ടുപോകാനുള്ള സാധ്യത ഉണ്ട്. പക്ഷേ ഈ ഒരു ഇൻഡോറിലായതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ആർട്ട് കഫേയുടെ വീഡിയോയിലൂടെ നമ്മൾ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുകയാണ് വെള്ളത്തിൻ്റെ മുകളിൽ തീ കത്തുന്നത്. അതെ, മറ്റുള്ള ആരും ഒരു ചാനൽ ഇതുവരെ ചെയ്യാത്തൊരു വീഡിയോ ആണിത്. വെള്ളത്തിൻ്റെ മുകളിൽ തീ കത്തുകയാണ് ഇവിടെ. അപ്പോൾ എങ്ങനെയാണ് ഈ തീ കത്തിയത് എന്നല്ലേ അപ്പോൾ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ദീപുവാ. അപ്പോൾ ഈ ബക്കറ്റിൻ്റെ മുകളിൽ ഹോള് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഈ പൈപ്പിന് ഇങ്ങനെ കണക്ട് ചെയ്തിരുന്നു. ഇതിന് മുകളിലൊന്നുമില്ല കേട്ടോ, ഇത് മാറ്റിയിട്ടു. ഇനിയുള്ളത് ഈ മോട്ടറാണ്. ഈ മോട്ടറിൻ്റെ മുകളിൽ ചെറിയൊരു ഹാക്ക് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ മോട്ടറിൻ്റെ പൈപ്പിനെ കണ്ടില്ലേ, ജസ്റ്റ് മോട്ടർ മാറ്റിയേക്കാണ്. ഈ പൈപ്പിൻ്റെ ഉള്ളിലൊരു കോപ്പർ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലൂടെ ജസ്റ്റ് ഒരു LPG ഗ്യാസ് കണക്ട് ചെയ്തിട്ടുണ്ട്. സനുവേട്ടൊന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് LPG ഗ്യാസ്. ഈ വെള്ളം ഓണാക്കുന്ന സമയത്ത് ആ LPG ഗ്യാസ് റിലീസ് ചെയ്യും. അത് റിലീസ് ചെയ്യുന്ന സമയത്താണ് ഈ തീ കത്തുന്നത്. അപ്പോൾ ജസ്റ്റ് ഒരു ചെറിയ ഹാക്കാണ്. മായജാലമല്ല എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് ആളുകളെ പറ്റിക്കാനുള്ള ഒരു കൺകെട്ടായിരുന്നു. അപ്പോൾ വെള്ളത്തിൽ തീ കത്തിയത് നിങ്ങൾ കണ്ടില്ലേ. ആ ഇൻഡോറിലാണ് ഒന്നുകൂടി നന്നായിട്ട് കാണാൻ കഴിഞ്ഞെന്ന് തോന്നുന്നു. പുറത്ത് നന്നായിട്ട് കാറ്റടിക്കുന്നതുകൊണ്ട് അല്ലാണ്ട് കിട്ടിയിട്ടില്ല. ഹലോ ഗൈസ്, അപ്പോൾ എത്ര ഉള്ളൂ വീഡിയോ. ഈ വീഡിയോ ഒരിക്കലും ഒരു കാരണവശാലും ആരും വീട്ടിൽ പോയിട്ട് ചെയ്യരുത്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള സാധനമാണ്. LPG ഗ്യാസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കൂടാതെ കറണ്ട് ആയിട്ടാണ് ചെയ്യുന്നത്. ആ മോട്ടർ ഇത്തിരി കുഞ്ഞനാണ് നോക്കേണ്ടത്, അത് കറണ്ടിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ആരും ഇത് വീട്ടിൽ പോയി ചെയ്യരുത്. പിന്നെ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണമെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാൻ, ലൈക്ക് അടിക്കാൻ ലൈക്ക് അടിക്കാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസ്ലൈക്ക് അടിച്ചാലും കുഴപ്പമില്ല, സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.